സോറി, കോൺഗ്രസ് ഇപ്പോൾ വളരെ അപകടത്തിലേക്ക് അവർ നടന്നു നീങ്ങുന്നത് അപകടത്തിലേക്കാണോ? അതായത് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം ഇപ്പോൾ ഉണ്ടായതിന് ശേഷം രാഹുൽ മാങ്കൂട്ടം ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനെല്ലാം കൂടെ നിന്നത് ഷാഫിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഷാഫിക്കെതിരെ ഒരു വനിതാ നേതാവ്, മഹിളാ കോൺഗ്രസ് നേതാവ് MA ഷഹനാസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഷഹനാസ് അങ്ങനെ ഒരു അഭിപ്രായം പറയണമെങ്കിൽ അത് ആരുടെ ബലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? അത് വന്നെത്തിയിരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായ ഷാഫി പറമ്പിലിൻ്റെ നേരെയും വന്നിരിക്കുകയാണ്. അപ്പോൾ അത് കോൺഗ്രസിന് വലിയ കോട്ടം തെറ്റില്ല. ഇന്നിപ്പോൾ ഷാഫി പറമ്പിലാണെങ്കിൽ രാഹുലിനെ വളർത്തിയ മറ്റൊരാളാണ്, അത് VD സതീശനാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു വല്ലാത്ത ചതിക്കുഴിയിലേക്ക്, അപകടാവസ്ഥയിലേക്ക് നടന്നു പോകുന്ന ഒരു വലിയ കുഴിയിലേക്ക് വീഴത്തക്ക രീതിയിലാണോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. അത് ഷഹനാസിൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷമാണ് ഈ ചോദ്യം ഇപ്പോൾ ഉണ്ടാകുന്നത്. ഷാഫിക്കെതിരെയാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നതിൽ കോൺഗ്രസ് നേതാക്കളും ഉണ്ണിത്താനെ പോലുള്ള കോൺഗ്രസ് നേതാക്കളും ഒട്ടും പുറകിലായിരുന്നില്ല. അതുപോലെ തന്നെ മറ്റ് ധാരാളം വളരെ പെട്ടെന്ന് 2-3 ദിവസം കൊണ്ട് കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കൾ ഒത്തിരി വനിതാ നേതാക്കൾ സാധാരണഗതിയിൽ മാന്യമായി സംസാരിക്കുകയും പൊട്ടിത്തെറിക്കാതെ ശാന്തമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഷാനിമോൾ ഉസ്മാന്, മറ്റേ ബിന്ദു കൃഷ്ണ ഇങ്ങനെയുള്ള വനിതാ നേതാക്കൾ ഭയങ്കരമായി രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കണമെന്ന്. പാലക്കാട് മാങ്കൂട്ടം മത്സരിച്ചപ്പോൾ വോട്ട് പിടിക്കാൻ വേണ്ടി വന്ന ആൾക്കാരൊക്കെ അതാണ്, അവരൊക്കെ പാലക്കാട് വന്നതാണ്. ഇപ്പോൾ എൻ്റെ ആർഗ്യുമെൻറ്റ്, ഈ പുതിയ താരം ഒരാൾ വന്നതോടുകൂടി അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലായതോടുകൂടി പ്ലാൻഡായിട്ട് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് സ്ട്രക്ചറിനെ, ഇന്നയാളെന്നല്ല ഞാൻ പറഞ്ഞത്, ലീഡർഷിപ്പ് സ്ട്രക്ചർ ആരായാലും, അത് ഷാഫി പറമ്പിലായാലും മാങ്കൂട്ടായാലും സതീശനായാലും മുരളീധരനായാലും സുധാകരനായാലും ആരായാലും ലീഡർഷിപ്പ് സ്ട്രക്ചറിനെ തകർക്കാനുള്ള ശ്രമം ബോധപൂർവ്വം നടത്തുന്നുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്നുണ്ട്. ആ കളിക്ക് കോൺഗ്രസ്സിലെ ചിലരെങ്കിലും കൂട്ടു നിൽക്കുന്നില്ലേ? അല്ലെങ്കിൽ ഈ സ്ത്രീ പറഞ്ഞ പ്രസ്താവന എന്താ? ഇവരേത് ഭാരവാഹി ആയിക്കോട്ടെ, ഇവർ പറഞ്ഞാൽ ഞാനിത് രാഹുലിൻ്റെ അടുത്ത് പരാതി പറഞ്ഞു, അല്ല ഷാഫിയുടെ അടുത്ത് രാഹുലിനെ പറ്റിയുള്ള പരാതി പറഞ്ഞു, യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആക്കരുതെന്ന് പറഞ്ഞു, എന്നിട്ടും ആക്കി. യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആക്കി കഴിഞ്ഞാൽ അമ്മമാർക്ക്, അതായത് അമ്മയുടെ പ്രായമുള്ള സ്ത്രീകൾക്ക് പോലും ബുദ്ധിമുട്ടാകും എന്നുള്ള രീതിയിൽ പറഞ്ഞു, പുതിയ പെൺകുട്ടികൾ വരാതിരിക്കാനുള്ള ഇതെല്ലാം ഇവൾ ഷാഫിയോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതെ. അപ്പോൾ ഷാഫിയോട് പറഞ്ഞിട്ടും ഷാഫി നടപടി എടുത്തില്ല, കേട്ട ഭാവം അയച്ചില്ല. ആയിക്കോട്ടെ, അത്രയും ഭാവം ഇവർ പറഞ്ഞ മുഴുവൻ ശരിയാണെന്ന് സമ്മതിക്കുന്നു. എന്നാലും ഇപ്പോൾ എന്തിന് ഏറ്റവും നിർണായക നിമിഷത്തിൽ, ഏറ്റവും സന്നിഗ്ധ ഘട്ടത്തിൽ ഇതൊരു രാഹുൽ മാങ്കൂട്ടം ഒരു കോടതി കേസ് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് എങ്ങനെ വേണം വരട്ടെ, കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെട്ട് പോട്ടെ. അത് മുരളീധരൻ പറഞ്ഞാൽ ഉദിക്കേണ്ടവനാണ് ഉദിക്കുക, അസ്തമിക്കേണ്ടവനാണ് അസ്തമിക്കും. അതാണ് അതിൻ്റെ കൃത്യ ഡെഫിനിഷൻ. അതിനെ ഉദിപ്പിക്കാനും അസ്തമിക്കാനും ആരും ഈ കൂട്ടത്തിൽ നിന്ന് പോകാതിരുന്നാൽ മതി, കോൺഗ്രസിൽ നിന്ന് പോകാതിരുന്നാൽ മതി. തീർച്ചയായിട്ടും. അപ്പം ഇത് മനസ്സിലാക്കാതെ ഈ ഇന്നലെ ഈ സ്ത്രീയുടെ പ്രസ്താവന അപകടകരം തന്നെയാണ്. അപകടകരം എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പലിനെയും കൂടെ ഈ കൂട്ടത്തിലേക്ക് ഡ്രാഗ് വലിച്ചഴിക്കുക. അത് ആദ്യമായിട്ട് ഇവരാ ചെയ്യുന്നത്. മറ്റേ ഷാഫി രാഹുലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നവരുടെ കോൺഗ്രസ്സുകാർക്കെല്ലാം അറിയാം. ഇവർ വളരെ ആത്മമിത്രങ്ങളായിരുന്നു, സഹപ്രവർത്തകരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അറിയാം. പാലക്കാട് മത്സരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ പ്രോത്സാഹനവും നൽകി നിർബന്ധം പിടിച്ചപ്പോൾ രാഹുലിനെ അവിടെ കൊണ്ട് മത്സരിപ്പിച്ചും ജയിപ്പിച്ചതും ഷാഫിയാണെന്ന്. തീർച്ചയായിട്ടും. വടകര സീറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട CPM-ൻ്റെ വടകര സീറ്റ് ഷൈലേജിറ്റിനെ തോൽപ്പിച്ചത് ഷാഫിയാണെന്നറിയാം. ഇത്രയും ചെയ്യാൻ പറ്റിയിട്ട് ആ ഷാഫിയെ തകർക്കാനായിട്ടുള്ള ശ്രമം ഈ കോൺഗ്രസ്സുകാരായിട്ട് ചെയ്യണം. എന്നാലോചിച്ച് എന്തിനാ അവർ ഷാഫിയെ ഇപ്പോൾ ഷാഫിയുടെ പീഡനക്കേസിൽ പ്രതിയാണോ? അല്ലല്ലോ, ഇപ്പം നിലവിലല്ല. അല്ല, പീഡനക്കേസിൽ ഒത്താശ ചെയ്ത് കൊടുത്ത രാഹുലിന് ഒത്താശ ചെയ്തെന്നാണ് പറയാൻ പോകുന്നത്. ഈ പീഡനക്കേസിന് ഒത്താശ ചെയ്ത് കൊടുത്തെന്ന് അറിയാമോ? അപ്പോൾ CPM മറുവശത്ത് ഒരു ആരോപണമായിട്ട് ഉന്നയിക്കുകയാണ്, ഷാഫി കാണുന്ന പെണ്ണുങ്ങളെല്ലാം ബാംഗ്ലൂർക്ക് വിളിക്കുമെന്ന്. ആ CPM-ൻ്റെ ആരോപണത്തെയും കൂടെ എൻഡോഴ്സ് ചെയ്യാൻ വേണ്ടിയല്ലേ ഇവരിപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും. ഇത് ചോദിക്കാൻ, അവരെ വിളിച്ച് ചോദിക്കാനായിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാരും ഇല്ലേ? പക്ഷേ അവരെ വല്ലാതെ ആക്രമിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അല്ല, അത് വരും. അത് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് പറയണം, ഷട്ട് യുവർ മൗത്ത്, യു ഡോണ്ട് ഹാവ് എനി റൈറ്റ്. അത് ജനാധിപത്യം കൂടിയുണ്ടാണ് സാർ. അത് കോൺഗ്രസ് ആദ്യം പറഞ്ഞു എന്ന് പറയുന്നത് ജനാധിപത്യം കൂടി. അപ്പോൾ ഇവരോട് മറുപടി പറയാനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കില്ലേ? ഇവർ പറയുന്ന പോലെ തന്നെ സൈബർ ഗുണ്ടകളെന്നോ സൈബർ വെട്ടുകളികളെന്നൊക്കെ പറയുന്നവർക്ക് ഇവരെയും തിരിച്ചു പറയാനുള്ള അവകാശമില്ലേ? ഇന്നലെ പറഞ്ഞില്ലേ, സീമാജി നായരാണ് രാഹുൽ മാങ്കൂട്ടത്തെ ബാംഗ്ലൂർ എത്തിച്ചതെന്ന്. അങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു, സീമാജി അങ്ങനത്തെ ആരോപണങ്ങൾ പറയുമ്പോൾ സീമാജി നായരുടെ കഴിവ് കേരള പോലീസിനില്ലേ? മാങ്കൂട്ടത്തെ ഇവിടെ സുരക്ഷിതമായിട്ട് എത്തിക്കാൻ സീമാജി നായർക്ക് സാധിച്ചെങ്കിൽ കേരള പോലീസ് എന്നതാണ്. അതെ.
അവരുടെ മുമ്പിൽ തോറ്റുപോയില്ലേ. അതുകൂടെ പറയാൻ കോൺഗ്രസ്സുകാർ തയ്യാറാകുന്നില്ല, ആരും തയ്യാറാകുന്നില്ല. എത്ര ആരോപണങ്ങൾ എന്തെല്ലാം പറയാനുണ്ട് കോൺഗ്രസ്സിന്. കോൺഗ്രസിന് നേതൃത്വം നിർജീവത. ഇപ്പോൾ 2-3 കേസ് ഇപ്പോൾ നമുക്ക് പറയാം. ആ പി ദിവ്യയുടെ ആ കൊച്ച് ഒരു തോർത്ത് കൊടുത്തുകൊണ്ട് അച്ഛൻ്റെ അന്ത്യകർമ്മം ചെയ്യാൻ നിൽക്കുന്ന ആ കൊച്ചിൻ്റെ പോസ്റ്റർ മാത്രം രാജ്യത്ത് മുഴുവൻ ഒട്ടിച്ചാൽ മതി. കേരളത്തിൽ മൊത്തം ഒട്ടിച്ചാൽ വേറൊരു പ്രചരണമാണ് രമേശ് അച്ഛൻ അന്ത്യകർമ്മം ചെയ്തത്. അന്ത്യകർമ്മം ചെയ്യാൻ ആ ഒരു ഫോട്ടോ എങ്കിലും തോർത്തെടുത്തോണ്ട് ചിത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് മനുഷ്യന്റെ ഒറ്റ കാരണം മതി. ആ ഒറ്റ കാരണം. അതിനൊന്നും കോൺഗ്രസ്സുകാർക്ക് സമയമില്ല. ചിന്തയൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ കണ്ട ചുരിദാറുകാരിയാണോ സാരിക്കാരിയോ ഏത് നിറാൻ നോക്കാൻ അവർക്ക് താല്പര്യം. എന്തേ അങ്ങനെ അറ്റാക്കിംഗ് ആയിട്ട് CPM അറ്റാക്ക് ചെയ്യാൻ 100 ഭരണവിരുദ്ധ വികാരം നിരവധി ഉണ്ട്, ഒത്തിരിയുണ്ട്. അതൊന്നും മുതലെടുക്കാൻ കോൺഗ്രസ് ഇല്ല, നേരമില്ല. അല്ലെങ്കിൽ കോൺഗ്രസ് അവർ സദാചാരം കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാക്കാൻ നോക്കുകയാണ്. എവിടെ തൊട്ട് ഉണ്ടാക്കണം എന്നുള്ള ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. പണ്ട് ആന്ധ്ര ഗവർണറായ ND തിവാരി ജഗജീവൻ അങ്ങനെ സദാചാരബോധം ഉണ്ടാക്കാൻ തുടങ്ങിയ ജവഹർലാൽ നെഹ്റുവിലൊക്കെ പരാതികൾ ഒത്തിരി പേരെ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ സദാചാരബോധം രാഹുൽ മാങ്കൂട്ടത്തിലാണോ തുടങ്ങുന്നത്, മാങ്ങലിനാണോ തുടങ്ങുന്നത്? സർ, കോൺഗ്രസ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തീരാൻ പോവുകയാണ്. രാഹുൽ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയോ സദാചാരബോധത്തിൻ്റെ സദാചാരം പോട്ടെ, കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇതുകൊണ്ട് അല്ല. ഈ മറ്റേ ശ്രീമതി ടീച്ചറിൻ്റെ കയ്യിലൊരു യന്ത്രമുണ്ട്, തീവ്രത കളക്കുന്ന യന്ത്രം. സദാചാരബോധം കളക്കുന്ന യന്ത്രം ആരുടെ കയ്യിലായിരിക്കും? സതീശിൻ്റെ കയ്യിലാണോ? കോൺഗ്രസ്സുകാരുടെ സദാചാരബോധം കളക്കാനുള്ള യന്ത്രമാണോ സതീശിൻ്റെ കയ്യിലുള്ളത്? ഒരു കോടതിയുണ്ട്, പോലീസുണ്ട്. ഇന്ത്യയിൽ പ്രസ്ഥാനത്തിൻ്റെ അനിവാര്യത അത് മനസ്സിലാക്കാൻ പറ്റാതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. അത് വളരെ കൊള്ളാവുന്ന സ്റ്റേറ്റ്മെൻറ്റ്. സതീശൻ അതുകൊണ്ട് നേതാവായി. സതീശൻ കോൺഗ്രസിൻ്റെ നേതാവാണ്. പക്ഷേ അറ്റ് ദി എക്സ്പെൻസ് ഓഫ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എക്സ്പെൻസിൽ അത് നമ്മൾ തന്നെ അപ്പോൾ ഇപ്പോൾ പഴയ മുദ്രാവാക്യം നമ്മൾ ഓർമ്മ വരും. എന്താ? കാലൻ വന്ന് വിളിച്ചിട്ടും പോകാത്തത് എൻ്റെ ഗോപാല. AK ഗോപാലിനെതിരെ ഗോപാലൻ മരണത്തിൽ കിടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ വിളിച്ച മുദ്രാവാക്യം. അപ്പോൾ ഇവിടെ കോൺഗ്രസിനെ പിണറായി എന്നുള്ള കാലം എന്ന് വിളിക്കുന്നുണ്ട്. അതാണ് ഈ മറ്റേ കൊച്ചിൻ്റെ ഷാഫി പറമ്പലിനെയും കൂടെ അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള പ്രസ്താവന കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ആ ഒച്ച എന്തേ കേൾക്കാത്ത സതീശ? കാലം വന്ന് വിളിക്കുന്ന ഒച്ച, കോൺഗ്രസിൻ്റെ കാലം വന്ന് വിളിക്കുന്ന ഒച്ച കേൾക്കാൻ സതീശന് ചെവിയില്ലേ? സതീശന് ഇവിടെ പരസ്യമായിട്ട് പറയണം, രാഹുൽ മാങ്കൂട്ടത്തെ ശിക്ഷിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് പോലീസിന് വിട്ടു തന്നിരിക്കുന്നു, നീതിന്യായ വ്യവസ്ഥയ്ക്ക് വിട്ടു തന്നിരിക്കുന്നു, ഞാനോ നിങ്ങളോ അല്ല ശിക്ഷ വിധിക്കേണ്ടത് എന്ന് പറയാനുള്ള ആർജവം സതീശൻ കാണിക്കണ്ടേ? കോൺഗ്രസ് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് സതീശനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പരസ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരോട് പറയാം, ഇത് ഈ സ്ത്രീ എന്താ ചെയ്തിരിക്കുന്നത്? ഷാഫിയുടെ വീട്ടിൽ ഒരു പുതിയ ആരോപണം കൂടെ ഉണ്ടാക്കാൻ സഹായിക്കുക പാർട്ടി. എന്നിട്ടും പറയാം ഞാൻ കോൺഗ്രസ്സുകാരിയാണ്, മഹിളാ കോൺഗ്രസിൻ്റെ എന്തോ വലിയ സംഭവമാണെന്ന് പറയുന്നത്. സദാചാരബോധം അങ്ങോട്ട് മുരടിച്ച് നിൽക്കുകയാണ്. ഇതൊന്നും അറിയത്തില്ലായിരുന്നു ഈ കൊച്ചിന്. കോൺഗ്രസിൽ എന്താ ആരുടെ ബലത്തിലാണ് ഈ സംസാരിച്ചത്? അത് ആരുടെ ബലത്തിലാണ് സംസാരിച്ചതെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ സംസാരിച്ചത് ആര് പറഞ്ഞിട്ട്? മഹിളാ കോൺഗ്രസുമായിട്ട് ഇപ്പോൾ അടുത്ത ബന്ധമുള്ള അഖിലേന്ത്യാ നേതാക്കളൊക്കെ ഉണ്ട്. അവരാരെങ്കിലും ആണെന്ന് അറിയത്തില്ല. ഈ കൊച്ചിനെ അങ്ങോട്ട് പിരികേറ്റി വിടാൻ നമ്മൾ സതീശനെ പറയുമ്പോഴും സതീശനിലേക്ക് ഇത് എത്താനായി മറുപക്ഷത്തിക്കുന്ന ആരെങ്കിലുമാണ് ഇവരെ കൊണ്ട് സംസാരിപ്പിച്ചെന്ന് ആർക്കറിയാം? ഉറപ്പായിരിക്കും. കേന്ദ്രത്തിലെ ഏതെങ്കിലും നേതാക്കളാണ് പറയിച്ചെന്ന് എങ്ങനെ അറിയാം? വെറുതെ നമ്മൾ സതീശനെ കുറ്റം പറയാനും പറ്റില്ല. കാര്യം അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന ഒരു ചെറുപ്പക്കാരൻ എന്നുള്ളൊരു ആക്ഷേപം അദ്ദേഹം ഒരുപാട് കേൾക്കുന്നുണ്ടാവും. മറ്റേതൊരു കോൺഗ്രസ് നേതാവ് കേൾക്കുന്ന കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന്, പ്രത്യേകിച്ച് പ്രിയങ്കയിൽ നിന്നും രാഹുൽ ഗാന്ധിയിൽ നിന്നും ഈ പറയുന്ന സതീശൻ കേൾക്കേണ്ടി തന്നെ വരും. കാര്യം ഇത്രയും വളർത്തിയത് അദ്ദേഹമാണ്. ഷാഫി വരുള്ളൂ. അല്ല, സതീശന്റെ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി പറഞ്ഞതല്ല പരാതി. പിണറായി വിജയനോ അല്ല CPM ചെയ്ത കുറ്റങ്ങൾ അതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ എടുത്തുകൊണ്ടുവരണം. തീർച്ചയായിട്ടും അത് പറയേണ്ട ഒരു വേദിയിലാണ്, ആ സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ. ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഒരു വിഷയം വന്ന് പെട്ടതുകൊണ്ടും ആയിക്കൂടുന്നില്ലേ, ഇതൊന്ന് തീർത്തിട്ട് വേണ്ടി അവർക്ക് അടുത്തയിലോട്ട് കടക്കാം. ഇതതിന്റെ വഴിക്ക് വെക്കോട്ടെ, നിയമത്തിന്റെ വഴിക്ക് വിട്ടേക്കണം. ഒരു കീറാമുട്ടിയായിട്ട് കിടക്കല്ലേ? ആയിക്കോട്ടെ, ഇയാളെ രാജിവെപ്പിക്കണോ? ആദ്യം കോൺഗ്രസ് നേതാക്കന്മാർ എടുക്കേണ്ട ആദ്യത്തെ നിലപാട് മാധ്യമങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ്സുകാരനല്ല, ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് ഒരു വാചകം പറഞ്ഞ് അവരോട് പറയാം. നിങ്ങൾ വേറെ അല്ല, ഇപ്പോഴും KPC പ്രസിഡന്റിന് സ്റ്റേണായ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലല്ലോ. അതിൻ്റെ പിന്നിൽ മറ്റേതോ കാര്യങ്ങളില്ലേ? കാര്യം എന്ന് വെച്ചാൽ ആരുടെയോ ഒരു നിർദ്ദേശം, ഈ വിഷയം ഇങ്ങനെ സജീവമാക്കി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആരോ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മറ്റാരുടെയോ നിർദ്ദേശമുണ്ട് ഇതിൻ്റെ പിന്നിൽ. കോൺഗ്രസിനെ നശിപ്പിക്കാനുള്ള കാലം വന്ന് വിളിക്കുന്നില്ല, ഇവർ കേൾക്കുന്നില്ല എന്നുള്ളത് മാത്രമേ എനിക്ക്